നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പാർട്ടിയിൽ നാറി നാണം കെടുന്ന കാഴ്ചയാണ് സംഭവിക്കുന്നത്. മുൻപ് പിണറായിക്കെതിരെ ഒരക്ഷരം പോലും പറയാതിരുന്ന നേതാക്കൾ എല്ലാവരും ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിവെന്നാണ് പിണറായിക്കെതിരെ പച്ചയ്ക്ക് പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പി ജയരാജന്റെ ചങ്കും കരളുമൊക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, പിണറായി വിജയൻ. എന്നാൽ പി പോലും ഇന്നിപ്പോൾ പിണറായിയെ തള്ളിപ്പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്നും പിണറായിയെ വിമർശിക്കാൻ എന്തിനാണ് ഭയക്കുന്നത് എന്നുമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി ജയരാജൻ ചോദിച്ചിരിക്കുന്നത്. ജയരാജന്റെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ വലിയ ട്രോളുകൾ പിണറായിക്ക് നേരെ ഉയരുകയാണ്. സാധാരണ പിണറായിക്ക് എന്തെങ്കിലും ആപത്ത് ഉണ്ടാകാൻ പോകുന്നു എന്ന് കണ്ടാൽ ചാടി ഇറങ്ങി വെക്കടാ വെടി എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ചു നിൽക്കുന്ന പി പോലും ഇപ്പോൾ പിണറായിയെ ചവിട്ടി പുറത്താക്കുന്നു എന്നാണ് ട്രോള് വരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഈ മുതിർന്ന നേതാക്കൾ ആരും തന്നെ പിണറായിക്കെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല. അത് നമ്മൾ കണ്ടിട്ടുമില്ല. എന്നാൽ ഇന്നിപ്പോൾ പിണറായിക്കെതിരെ പിണറായിയെ ഞങ്ങൾ വിമർശിക്കാറുണ്ട്, പിണറായിയെ വിമർശിക്കാൻ എന്തിനാണ് ഞങ്ങൾ ഭയക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യവുമായി നേതാക്കൾ തന്നെ രംഗത്തേക്ക് വരുമ്പോൾ അതിൽ വ്യക്തമാകുന്നത് പിണറായിയെ പാർട്ടിക്കാർ, അതായത് മുതിർന്ന നേതാക്കൾ എല്ലാവരും കൂടി എടുത്ത് താഴെ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പി ജയരാജൻ അങ്ങ് മെഴുകുകയാണ്. അതായത് ഞങ്ങൾ പിണറായിയെ വിമർശിക്കാറുണ്ടെന്നും എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല എന്നും പറയേണ്ട കാര്യമില്ല എന്നുമാണ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളത് എന്നുകൂടി പി ജയരാജൻ പറഞ്ഞതോടുകൂടി എന്നാൽ പിന്നെ ഇപ്പോൾ എന്തിനാണ് പി ജയരാജൻ ഇത് വന്ന് ഞങ്ങളോട് പറയുന്നത് എന്നാണ് ഈ CPMകാരെ പൊളിച്ചടുക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോളുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച CPM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തിയതടക്കം തോൽവിക്ക് കാരണമായി എന്നാണ് CPM റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പിണറായിയെ വിമർശിക്കുന്നതിന് പാർട്ടിയിലുള്ളവർക്ക് ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ എന്തിനു പേടിക്കണം, ഞങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട്, അതൊന്നും മാധ്യമങ്ങളോട് പറയാറില്ല എന്നേ ഉള്ളൂ, അതെല്ലാം സംഘടനാ കാര്യമാണ് എന്നും ജയരാജൻ മറുപടി നൽകിയത്. പാർട്ടിയിൽ വിമർശനവും സ്വയം വിമർശനവും തെറ്റിതിരുത്തലുമുണ്ട്. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ പറയും. പാർട്ടി അംഗീകരിച്ച റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റി പ്രസിദ്ധീകരിച്ചത്. അപ്രതീക്ഷിതമായ പരാജയമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. വീഴ്ച എന്താണെന്നത് കണ്ടെത്തി തിരുത്തുക എന്നതാണ് പാർട്ടി ചെയ്യാൻ പോകുന്നതെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഈ തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ പിണറായിയെ MV ഗോവിന്ദനെയും വലിച്ചു പുറത്തിടുമോ എന്നാണ് സഖാവിനോട് ചോദ്യങ്ങൾ ഉയരുന്നത്. കാരണം ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഈ പാർട്ടിയിലെ ഏറ്റവും വലിയ തെറ്റ് പിണറായി വിജയനും MV ഗോവിന്ദനുമാണ്. നേതൃസ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയരുമ്പോഴും ഒരു നടപടിയും എടുക്കാതെ, അതായത് ഒരു മാറ്റത്തിനും തങ്ങൾ തയ്യാറല്ല, ഇത് ഇങ്ങനെ പോകും എന്നുള്ള ധാർഷ്ട്യമാണ് വീണ്ടും നിങ്ങൾ കാണിക്കുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, പിണറായി വിജയൻ ഇപ്പോഴും പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു. അതിന്റെ ഒരു മുറുമുറുപ്പ് മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവരുടെയൊക്കെ ഒരേ ഒരു ആവശ്യം പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ മിണ്ടാതിരുന്നവരൊക്കെ രംഗത്തേക്ക് വന്ന് പലതും വിളിച്ചുകൂവാൻ തുടങ്ങിയിരിക്കുന്നത്. എന്നാലും പി ചിറ്റപ്പ, നിങ്ങൾ പിണറായിയെ തള്ളിപ്പറയുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നൊക്കെയാണ് പരിഹാസം വരുന്നത്. കാരണം പിണറായി വിജയനെ എല്ലായ്പ്പോഴും ചേർത്ത് നിർത്തിയിട്ടുള്ള, പിണറായി വിജയന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കൂടെ നിന്നിട്ടുള്ള, പിണറായിക്ക് വേണ്ടി നെഞ്ചും വിരിച്ച് നിന്നിട്ടുള്ള, ഇനിയിപ്പോൾ വെടികൊള്ളണമെങ്കിൽ അതും കൊള്ളാൻ തയ്യാറായി നിന്നിട്ടുള്ള ഒരാളായിരുന്നു പി ജയരാജൻ. ആ പി ജയരാജനോട് പിണറായി വിജയൻ എന്താണ് കാണിച്ചത്? ആ മനുഷ്യനെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തി. പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് വലുത്. പിണറായി വിജയനോട് വല്ലാത്ത അടുപ്പമുണ്ട് എങ്കിൽ തന്നെയും പാർട്ടിയാണ് പി ജയരാജന് വലുത്. എന്നാൽ പിണറായി വിജയൻ തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി പി ജയരാജനെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കാണിച്ചത്. നമുക്കറിയാം, മുൻപ് വിനോദിനി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവരുടെ വായിൽ നിന്ന് വന്ന ചില കാര്യങ്ങളുണ്ട്. പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് കോടിയേരി ബാലകൃഷ്ണന് താല്പര്യമുണ്ടായിരുന്നത് പി ജയരാജനെ ആയിരുന്നു. എന്നാൽ ആ കസേര വെട്ടിപ്പിടിച്ചത് പിണറായിയുടെ ഒത്താശയോടെ MV ഗോവിന്ദനാണ്. ഒരു ചതിയിലൂടെയാണ് MV ഗോവിന്ദൻ ആ കസേരയിൽ കയറിയിരുന്നത്. പക്ഷെ ആ ഇരുന്ന കാലം തൊട്ട് MV ഗോവിന്ദന് കാലക്കേടായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? മറ്റൊരു കാര്യം പറയാനുള്ളത്, പാർട്ടി സെക്രട്ടറി കസേരയിൽ MV ഗോവിന്ദൻ കയറി ഇരുന്നതോടുകൂടി പാർട്ടിക്കാണ് എരണക്കേട് ഉണ്ടായത് എന്നുകൂടി പറയണം. കാരണം MV ഗോവിന്ദൻ ആ കസേരയിൽ കയറി ഇരുന്നിട്ട് പാർട്ടിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? നേട്ടമുണ്ടായത് മുഴുവൻ പിണറായി വിജയനും കുടുംബത്തിനും മാത്രമാണ്.
പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ഒരു പടു തോൽവിയാണ് എം വി ഗോവിന്ദൻ. ആ ഒരു മുറുമുറുപ്പ്, അതായത് തന്റെ കസേര തട്ടിയെടുത്ത എം വി ഗോവിന്ദനോട് വല്ലാത്ത മുറുമുറുപ്പ് ഇ പി ജയരാജനുണ്ട്. എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത് ഇ പി ജയരാജനെ ചവിട്ടി പുറത്താക്കാൻ, അതായത് മാറ്റി നിർത്തണമെന്നാണ്. കാരണം മുൻപോട്ടുള്ള, അതായത് ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി കസേരയിൽ നിന്ന് അധികാര കസേര കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ചാടിക്കയറാനിരിക്കുന്ന മോഹം കൊണ്ട് നടക്കുന്ന ഒരാളാണ് എം വി ഗോവിന്ദൻ. അതിന് തന്റെ മുന്നിലുള്ള ഒരു എതിരാളി ഇ പി ജയരാജനാണ്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെ മാക്സിമം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാനാണ് എം വി ഗോവിന്ദൻ എല്ലാ സമയത്തും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരുന്നല്ലോ എം വി ഗോവിന്ദൻ ഒരു പാർട്ടി ജാഥ അങ്ങ് മലബാറിൽ നിന്ന് നടത്തിയപ്പോൾ തിരിഞ്ഞുപോലും എം വി ഗോവിന്ദനെയും ആ ജാഥയെയും നോക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമായിരുന്നു ഇ പി ജയരാജൻ സ്വീകരിച്ചത്. ഒരിടയ്ക്ക് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് പാടെ മാറി നിൽക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത് പണിയാകും എന്ന് മനസ്സിലായതോടെയാണ് പിണറായി ഇടപെട്ട് അനുനയ നീക്കമൊക്കെ നടത്തി വീണ്ടും ഇ പി ജയരാജനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. എന്നാൽ ഇന്നിപ്പോൾ തന്നെ വെട്ടിവീഴ്ത്തിയതിൽ, തന്നെ ചതിച്ചവരിൽ പിണറായിയും ഉണ്ട് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജനും പലതും തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നത്. പക്ഷേ ഈ നേതാക്കന്മാർ എല്ലാവരും ഇപ്പോൾ പിണറായിക്കെതിരെ തിരിയുമ്പോൾ, ഇപ്പോൾ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അത് കതിരിന്മേൽ വളം വെക്കുന്നു എന്നത് മാത്രമാണ്. നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങൾ ഇതിനു മുൻപുണ്ടായിരുന്നു. ഈ പാർട്ടിയെ പടുതോൽവിയിലേക്ക് പിണറായി കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലായ ഘട്ടത്തിൽ, ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായ സമയത്ത് പാർട്ടി ആയിരുന്നു നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ പിണറായിയെ തിരുത്താനും പിണറായിയെ മാറ്റി നിർത്താനും തയ്യാറാകണമായിരുന്നു. അന്നൊന്നും അത് ചെയ്യാതെ പിണറായിക്ക് വേണ്ടി കുമ്മിയടിച്ച ടീംസാണ് നിങ്ങൾ എല്ലാവരും. എന്നിട്ടിപ്പോൾ അധികാരം പോയപ്പോൾ പിണറായി വിജയൻ മാറി നിൽക്കണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നേരിടേണ്ടി വന്ന കനത്ത പരാജയത്തിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ തുറന്നു സമ്മതിച്ച് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയതും വികസന ക്ഷേമ രാഷ്ട്രീയത്തിനപ്പുറം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ഉയർത്തുന്നതിൽ വന്ന വീഴ്ചയുമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമായി പാർട്ടി വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം മുൻനിർത്തി പ്രചാരണം മുഴുവൻ അദ്ദേഹത്തിലേക്ക് ചുരുക്കി കെട്ടിയത് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തിൽ വലിയ പാളിച്ച ഉണ്ടാക്കിയെന്നാണ് ആ റിപ്പോർട്ടിൽ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന വ്യക്തിയിലേക്ക് മാത്രം പ്രചാരണത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടതോടെ അദ്ദേഹത്തെ മാത്രം ലക്ഷ്യമിട്ട് കടന്നാക്രമിക്കാൻ UDF-ന് എളുപ്പത്തിൽ വഴി തുറന്നു കൊടുത്തു. ഇതിലൂടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും പിന്തിരിപ്പൻ ഭരണവർഗ നിലപാടുകളെ തുറന്നു കാട്ടാനുള്ള രാഷ്ട്രീയ മുൻകൈ പാർട്ടിക്കും മുന്നണിക്കും നഷ്ടമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യവും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷെ അത് ആ റിപ്പോർട്ടിൽ അങ്ങോട്ട് എഴുതി ചേർത്തിട്ടില്ല. പിണറായിയുടെ ധാർഷ്ട്യം. ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ടടാ എന്നുള്ള ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, അത് തന്നെയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ തോൽവി. അവിടെ പിഴച്ചതാണ്. പിന്നീട് തല പൊക്കാൻ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം ആ ഒരു ടാഗ് ലൈനിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? ജനം മൂലക്കിരുത്തി. പിണറായി വിജയന്റെയും പിണറായി സർക്കാരിന്റെയും പതനം VD സതീശൻ സർക്കാരിന് ഒരു മാതൃകയാകട്ടെ. കാരണം അതേ തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് ഇതേ ഗതി തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.